ഇന്ന് എനിക്കും തെച്ചുവിനും പായസം കുടിക്കാനൊരാഗ്രഹം, അതും അമ്പലത്തിലെ പായസം. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള നമ്മുടെ അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ്, നടന്നു വരത്തക്ക ദൂരേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ തൊഴുതു വന്നപ്പം ഇവിടെ ഒരു ചെടി നിൽപ്പുണ്ട്. പണ്ട് നമ്മൾ പളനി എന്നൊക്കെ വരുമ്പം ഒരു മണമുള്ളൊരു ചെടി കൊണ്ടുവരുമല്ലോ, ഒരു ഉണങ്ങിയത് കൊളുന്തെന്നൊക്കെ പറയുന്നത്. ആ സംഭവമാണോ എന്ന് എനിക്കറിയില്ല, ആ ഒരു മണമാണ് കേട്ടോ ഇതിന്. ഞാൻ എപ്പോൾ വന്നാലും ഇവിടുന്ന് ഒരു ഇല നുള്ളി എടുത്ത് മണപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ നമുക്ക് പായസമൊക്കെ എടുക്കാനുള്ള സമയമായി. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ പായസത്തിന് ദേ ഒരു ലോഡ് വെള്ളം. തിരുമേനിക്ക് എന്തോ ഇന്ന് വെള്ളം കൂടിപ്പോയതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വിഷമത്തിൽ പക്ഷെ ഞങ്ങൾ കുടിച്ചില്ല കേട്ടോ. ഒരു രസമില്ലായിരുന്നു, എന്താണെന്നറിയില്ല. ഞങ്ങൾ വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു. സാധാരണ നല്ല കുറുകുറാന്നിരിക്കുന്ന നല്ല കട്ടി പായസമായിരിക്കും. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഞങ്ങളിങ്ങനെ തിരിച്ച് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി കേട്ടോ. തൊഴുതിറങ്ങി വന്നപ്പോഴാണ് ദേ രഞ്ജോണൻ ഞങ്ങളെ തിരക്കി വന്നിട്ടുണ്ട്. ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വരക്കാണ് കേട്ടോ. പിന്നെ രഞ്ജോണനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഇത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ രാകേഷ് ചേട്ടൻ അമ്പലത്തിലാണ് ഇവിടെ ആയിട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ രാകേഷ് ചേട്ടനായിട്ടൊക്കെ ഒന്ന് കുറച്ച് സമയം വർത്താനം പറഞ്ഞു. രഞ്ജോണൻ്റെ ഫോട്ടോ എടുത്തത് കാണിക്കുകയാണ് കേട്ടോ. ആൾ വീഡിയോ എടുക്കാതിരിക്കുക, ഒളിച്ചു നിന്നതാണ് ആദ്യം. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു കടയുണ്ട്, മറ്റേ ജിലേബിയിലെ ശർക്കര മിഠായി എന്നോ അങ്ങനെ എന്തോ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് കയറി. ഞങ്ങളധികം ഇങ്ങനെ ഇത് വാങ്ങിക്കാറില്ല, മധുരമൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇതൊന്ന് വാങ്ങി കഴിച്ച് നോക്കാൻ, നല്ല ഫ്രഷായിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളത് 3 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെ വെച്ചാൽ അത് കഴിച്ച് കേട്ടോ. കവറിനകത്തൊക്കെ തന്നെങ്കിലും അപ്പോൾ തന്നെ തിന്ന് തീർത്തിട്ടുണ്ട്. അവിടെ നിറയെ മറ്റേ എല്ലാ കുഞ്ഞു പക്കി ഉണ്ടായിരുന്നു, ഈ മഴക്കാലത്തൊക്കെ വരുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ നമ്മുടെ സർബത്ത് കടയിലോട്ടാണ് കേട്ടോ വന്നത്. മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ എന്താണെന്നറിയില്ല, വെള്ളം കൂടി തീരെ കുറവാണ്. എന്നാൽ പിന്നെ ഇവിടെ നിന്നെല്ലാം 2 കുലുക്കി സർബത്തൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് വന്ന് തിരിച്ചതേ ഉപ്പിലിട്ട മാങ്ങയും അതിൻ്റെ ഒരു മുളകൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ മറ്റേ പേരയ്ക്ക, ഉപ്പിലിട്ട മാങ്ങ, പേരയ്ക്ക, പിന്നെ ഒരു സ്റ്റാർ പുളി ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് ഈ പുളിയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അധികം അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു കുലുക്കി സർബത്തും, ദച്ചുവിനാണെങ്കിൽ ഒരു മറ്റേ ബൂസ്റ്റ് സർബത്ത് അതുമാണ് പറഞ്ഞത്. അങ്ങനെ ആ ചേട്ടൻ അതൊക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുലുക്കി സർബത്തിനായിട്ട് ആ ചേട്ടൻ കുലുക്കുന്നതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ടർഫൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കാൻ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് നേരെ നമ്മൾ വീണ്ടും രാകേഷ് ചേട്ടൻ്റെ വീടിൻ്റെ അതുവഴിയാണ് കേട്ടോ നമ്മൾ ക്വാർട്ടേഴ്സിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ആൻറ്റിയും വേണിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടും വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്വാർട്ടേഴ്സിലോട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.